അനുമോള് കപ്പ് മേടിക്കണമെന്ന് പ്രിയപ്പെട്ട അനുമോളുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതുപോലെ ഞാനും ആഗ്രഹിക്കുന്നു. തങ്കച്ചൻ വിതുര ഈ പുള്ളിക്കാരനെയും ഈ അനുമോളെയും ഇനി ശ്രദ്ധിച്ചു. അല്ല, ശൈത്യ പറയുന്നതാണ് ഇവിടെ ബിൻസിയുമായിട്ടൊരു കോമ്പോ പുറത്ത് നെഗറ്റീവ് ആവാൻ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ബിഗ് ബോസുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ബിഗ് ബോസിൻ്റെ കൊട്ടിക്കലാശം, ആട്ടക്കലാശം, അവസാനത്തെ റൗണ്ട് ഭയങ്കരമായിട്ടുള്ള പക്ക ഡീഗ്രേഡിങ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. വളരെയധികം പുച്ഛത്തോടു കൂടി തന്നെ പറയാം, ഈ സീസണിൻ്റെ അകത്തുള്ള സഹ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്ന ആൾക്കാർ മറ്റുള്ള എല്ലാ സീസണുകളെയും കവച്ചു വെച്ചുകൊണ്ട് ഏറ്റവും വൃത്തികെട്ട ആൾക്കാരാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് അങ്ങനെ തന്നെയാണല്ലോ. ഓരോ സീസൺ കഴിയുമ്പോഴേക്കും നമ്മൾ അറിയുന്നുണ്ട് ഓരോ ആൾക്കാർ എങ്ങനെയൊക്കെയാണെന്ന്. എന്തായിരുന്നാലും RJ ബിൻസി, ശൈത്യ, അങ്ങനെ തുടങ്ങി കുറേ ആൾക്കാർക്കൊക്കെ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് വീണ്ടും കയറിയിട്ട് അവരെ വിളിച്ച് വരുത്തിയത് ബിഗ് ബോസിൻ്റെ TRP കൂടും. അതോടൊപ്പം തന്നെ ഒരു പെൺകുട്ടി, ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. എൻ്റെ ഈ സീസണിൻ്റെ അകത്ത് ഞാൻ കുറച്ച് വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, റിവ്യൂ ഒന്നും ചെയ്തിട്ടേ ഇല്ല. അതിനകത്ത് ഏറ്റവും കൂടുതൽ നിശിതമായിട്ട് വിമർശിച്ചിട്ടുള്ളത് അനുമോളെയാണ്. ഏറ്റവും കൂടുതൽ നല്ലത് സംസാരിച്ചിട്ടുള്ളത് അനീഷിനെയാണ്. അനുമോളെ വിമർശിച്ച് വീഡിയോ ചെയ്തതിൻ്റെ ഇടയിലൊന്നും കമൻറ്റ് ബോക്സിലൊന്നും അത്രയും മോശമായിട്ട് എനിക്കൊന്നും എഗെയിൻസ്റ്റ് ആയിട്ട് കമൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ അനീഷിനെ ജസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ പോലെ അനുമോൾ അത്രയും മോശമായ അത്രയും ഇതായിട്ട് പറഞ്ഞിട്ടും ഒരു കളിയുമില്ലാതെ കപ്പടിക്കാൻ വേണ്ടിയിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടും അനീഷിനെ ഒരു മിതമായ രീതിയിൽ വിമർശിച്ചപ്പം പോലും കുരുപൊട്ടിയ ആൾക്കാരുടെ ഒരു ഘോഷയാത്ര കണ്ടു. ഇത്രത്തോളം ടോക്സിക് ആയിട്ടുള്ള ഒരു ആർമി ഗ്രൂപ്പുകളാണ് ഈ അനീഷിൻ്റെ അന്തങ്ങളെന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ സൂപ്പറാണ്. അനീഷിനോട്, അനീഷിൻ്റെ ഗെയിമിനോടൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമുണ്ടെങ്കിലും അനീഷിൻ്റെ ഇപ്പോഴത്തെ കുറച്ചധികം സംഭവങ്ങൾ കാണുന്ന സമയത്തും അതോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ അനുമോൾക്ക് PR ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഈ മൈജി എന്നുള്ള ആൾക്കാരുടെ ഒന്ന് ഒഫീഷ്യലായിട്ട് ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ഇതെങ്കിലും ഞങ്ങൾ ഈ പറഞ്ഞ അനീഷിന് വേണ്ടി PR ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്ന് ഒഫീഷ്യലായിട്ടെങ്കിലും ഒരു അനൗൺസ്മെൻറ്റ് എവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയണം. നമ്മളെവിടെ കൂടെ എന്തെങ്കിലും അറിഞ്ഞിട്ടായിരിക്കുമല്ലോ പറയുന്നത്. ഇതിപ്പം അനീഷിനെ വളരെയധികം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സാധാരണ പ്രേക്ഷകരോടല്ല ഞാൻ ഈ പറയുന്നത്. അല്ലാതെ തന്നെ അനീഷ് എന്നുള്ള വ്യക്തി ഇപ്പം പോയേക്കുന്നത് ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത് മൈജി എന്നുള്ളൊരു പ്ലാറ്റ്ഫോം വഴിയാണ്. മൈജി അറിയാമല്ലോ, ലാലേട്ടൻ ഇപ്പം ബിഗ് ബോസിൻ്റെ മുഖമാണെങ്കിൽ മൈജിയുടെയും മുഖം ലാലേട്ടനാണ്. അപ്പം അതിൻ്റെ ബ്രാൻഡ് അംബാസഡറും കൂടെയുള്ള ലാലേട്ടനാണ് ഈ ഒരു ഷോയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു സീസണിൻ്റെ മുന്നിലേക്ക് പോകുന്ന അനീഷ് അതിൽ നിന്ന് കപ്പടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് അനീഷിനെക്കാട്ടിൽ ബെനിഫിറ്റ് വരുന്നത് ആ ഒരു വ്യാപാര കമ്പനി ഉടമയായിട്ടുള്ള അല്ലെങ്കിൽ മൈജി ഗ്രൂപ്പ്സിന് തന്നെ ആയിരിക്കും. അത് അനീഷിനെ വില കുറച്ച് കണ്ടിട്ടൊന്നുമല്ല, അതൊരു ടാക്ടിക്കാണ്, അതൊരു തന്ത്രമാണ്, കച്ചവട തന്ത്രമാണ്. ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നുമല്ല പറഞ്ഞു. അതുപോലും ഡൈജസ്റ്റ് ആവാത്ത കുറേ ആൾക്കാർ നിങ്ങൾ എന്ത് പറയും, നിങ്ങൾ അനീഷിനെ പറയാൻ, അനീഷ് നല്ല മനുഷ്യനാണ്, അനീഷ് പുസ്തകമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിനെ വ്യക്തിപരമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ ഗെയിമിനെ കുറിച്ചാണ് പറയുന്നത്, വ്യക്തിപരമല്ലല്ലോ ഇതൊന്നും. ഞാൻ എന്തുമാത്രം അനുമോളെ കുറിച്ച് വിമർശിച്ച് പറഞ്ഞു, അപ്പോഴൊന്നും അനുമോളുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊന്നും ഇത്രയും മോശമായിട്ട് കമൻറ്റ് ചെയ്തിട്ടില്ലല്ലോ. എന്താ നിങ്ങൾ അനീഷിനെ കുറിച്ച് പറയുമ്പോൾ അനീഷ് വിമർശനത്തിൻ്റെ അതീതനാണോ, അതോ ഇനിയിപ്പം മറ്റേ സ്വർഗത്തിൽ നിന്ന് പൊട്ടി മുളച്ച വ്യക്തി വല്ലതാണോ? അനീഷിനെ കുറിച്ച് പറയാൻ പാടില്ലെന്നോ വല്ലതും ഉണ്ടോ? എന്തുകൊണ്ടും കൊള്ളാം കുറേ അധികം. ഈ സീസൺ കഴിഞ്ഞ് അടുത്ത സീസൺ വരുമ്പോൾ നിങ്ങൾ മറ്റേ ആൾക്കാരുടെ കുറേ ആൾക്കാരാകും അല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ സമ്മർ മീഡിയ കഴിഞ്ഞ വീഡിയോക്കകത്ത് കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ കണ്ടൊരു കാര്യമാണ്, ഇവൻ സമ്മർ മീഡിയയുടെ സുഹൃത്താണ്, അതുകൊണ്ട് ഇവനും അനുമോളെ സപ്പോർട്ട് ചെയ്യും, ഇവൻ അനീഷിനെ ഡീഗ്രേഡ് ചെയ്യും. ഇടയിൽ സമ്മർ മീഡിയയും ഇനി അതുപോലെ തന്നെ രാജു ടോക്സും ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണടേ, എല്ലാ കാലത്തും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. അതിനിപ്പോൾ നമ്മൾ പരസ്പരം വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന സമയത്തും ചിലപ്പോൾ ബിഗ് ബോസിൻ്റെ ഗെയിമുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ വിഭിന്നമായ അഭിപ്രായങ്ങൾ വരും. അതൊരിക്കലും ഇങ്ങോട്ട് ചോദിച്ച് അങ്ങോട്ട് പറഞ്ഞിട്ടൊന്നുള്ള സെറ്റപ്പ് ഒന്നുമല്ല. ഈ നിമിഷവും അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല. ചിലപ്പോൾ പുള്ളിക്കാരൻ കണ്ടിട്ട് ഈ ഒരു വീഡിയോ വരുമ്പോൾ ചിലപ്പോൾ പുള്ളി കാണട്ടെ, മനസ്സിലാവുന്നുണ്ടോ? ആ പുള്ളിക്കാരൻ എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെ മോശം വാക്കുകൾ ഉപയോഗിച്ചാണ് പറയുന്നത്. ആളിന് ചിലപ്പം അനീഷിന്റെ ഗെയിമിനോട് താല്പര്യം ഉണ്ടാവത്തില്ല. എന്താ പുള്ളിക്കാരൻ അനീഷിന്റെ ഗെയിമിനെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ലേ? അനീഷിന്റെ ഗെയിമിനെ കുറിച്ച് താല്പര്യമില്ലെങ്കിൽ അനീഷിന്റെ ഗെയിമിന് താല്പര്യമില്ലെന്ന് പറഞ്ഞോട്ടെ. എന്താ അനീഷിനെ വിമർശിച്ച പ്രശ്നം? മറ്റൊരു കണ്ടസ്റ്റൻസിന് ഇത്രയും പ്രശ്നമില്ലല്ലോ. അനീഷ് വിന്നറാവാൻ യോഗ്യനാണെങ്കിൽ സാധാരണ പ്രേക്ഷകരുടെ വോട്ടുകൾ മറ്റുള്ള കാര്യങ്ങൾ അദ്ദേഹം കിട്ടട്ടെ, അദ്ദേഹം വിജയിക്കട്ടെ, അദ്ദേഹം കപ്പടിക്കട്ടെ, ഞാനതേ പറയുള്ളൂ. നിങ്ങൾ ആരെ വേണോ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചോളൂ. വോട്ട് കിട്ടിയിട്ടാണ് വിജയിക്കുന്നുള്ളതാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. അങ്ങനെയാണെങ്കിൽ വോട്ട് കിട്ടുന്ന ആൾ വിജയിക്കട്ടെ 100%. അല്ലാതെ അനുമോൾ ഇപ്പം ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയ കുറച്ച് അവതാരങ്ങൾ രണ്ടും കാണുമല്ലോ. ഇതാ കണ്ടോ, ഒരു കോംബോ കളി കളിക്കുന്നുണ്ട് ബിൻസിയായിട്ട്.
ശ്രദ്ധിച്ചേക്കാം ഇനി ശ്രദ്ധിച്ചു ഇനി ശ്രദ്ധിച്ചു അല്ല ശൈത്യ പറയുന്നതാണ് ഇവിടെ ബിൻസിയുമായിട്ടൊരു കോമ്പോ പുറത്ത് നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. മറ്റേ അപ്പാന് ശരത്തുമായിട്ടുള്ള RJ ബിൻസി അവിടെ കിടന്ന് എന്തൊക്കെ തകർത്ത് തലപ്പണാറ്റ് ആ പെണ്ണിനെ എന്തൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നു, സ്റ്റിൽ ഞാൻ പറയുന്നു, ഈ സീസണിൻ്റെ അകത്ത് ഒരു ടോപ്പ് പ്ലെയർ, ഒരു ഗെയിം ഉണ്ടായിരുന്നൊരു കണ്ടസ്റ്റൻറ്റ്, ഇപ്പം അന്തങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, ഒരു ഗെയിം ഉണ്ടായിരുന്നൊരു കണ്ടസ്റ്റൻറ്റ് ഉണ്ടെങ്കിൽ അത് അനീഷ് മാത്രമാണ്. ഞാനത് തുടക്കത്തിലുള്ള വീഡിയോസ് ഞാൻ പലപ്പോഴും കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുള്ള അതിനകത്ത് പറയുന്നു, ഇപ്പോഴും പറയുന്നു, സ്റ്റിൽ പറയുന്നു, വിമർശനം ഉണ്ടേ. ആ വിമർശനം വിമർശിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ പറയണം അനീഷ് വിമർശനത്തിന് അതീതമാണ്, അനീഷിൻ്റെ അകത്ത് ഫുൾ എന്താണ് ഔഷധ ഗുണം മാത്രമേ ഉള്ളൂ എന്ന് പറ. അനീഷിനെ കുറിച്ച് വിമർശിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അനീഷ് ആരാ? ഒരു കണ്ടസ്റ്റന്റ് അല്ലേ? അത് കാണുന്ന പ്രേക്ഷകരാണ് വിലയിരുത്തേണ്ടത് ആര് വിജയിക്കേണ്ട എന്നുള്ളത്. അത് എല്ലാവരും പറയും. അനീഷല്ലേ മറ്റൊരാൾ, ഷാനവാസ്, അനീഷ്, അക്ബർ, ഇവരെല്ലാവരും നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ അനുമോളും ഇവിടെ ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് RJ ബിൻസി വന്നിരുന്ന് എന്തൊക്കെയോ ആ പെൺകുട്ടിയെ വളരെ ഇതായിട്ട് പറയുന്നു. ഞാൻ പറയുന്നത് എല്ലാവരും കൂടെ കൂട്ടത്തോടെ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് കയറിയിട്ട് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പരിപാടി കാണുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ആ ഒരു കാര്യത്തിന് കണ്ടു നിൽക്കുന്ന സാധാരണ പ്രേക്ഷകരുണ്ട്. ഇപ്പോൾ അനീഷിനെ ഇഷ്ടപ്പെടുന്നവരാവാം, നിങ്ങളെല്ലാവരും വലിയ ഹ്യൂമാനിറ്റിയുടെ കഥകളൊക്കെ ആണല്ലോ. അനീഷ് നല്ലൊരു മനുഷ്യനാണ്, ഞാനതിന് എതിരല്ല. മറ്റുള്ള അക്ബർ നല്ലൊരു ഗെയിമറാണ്, ക്ലവറാണ്, ക്രൂക്കഡാണ്, നല്ലതാണ്. ഷാനവാസ് ഒരുപാട് കാര്യങ്ങളിൽ പോസിറ്റിവിറ്റി ഉള്ള ഒരാളാണ്, നല്ലതാണ്. ആദില എന്ന് പറയുക കുറച്ചധികം കാര്യങ്ങളിൽ മെസ്സേജ് കൊടുക്കുന്ന ആൾക്കാരാണ്, നല്ലതാണ്. അവരെ ഓരോ ആൾക്കാർക്കും ഒരു പോസിറ്റീവ് ഉള്ളതുപോലെ ചില നെഗറ്റീവ്സ് ഉണ്ടാവാം. ആ നെഗറ്റീവ്സിനെ ചൂണ്ടിക്കാണിക്കുന്ന പല ആൾക്കാരും പല അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയേക്കാം. ആ ആൾക്കാരെല്ലാം കൂടെ നിങ്ങൾ തലയിൽ ചെന്ന് കയറാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ഇനിയിപ്പോൾ കാണാം കുറേ ആൾക്കാർ എന്താണ് ഇവരുടെ കറക്റ്റ് തനി ഗുണമെന്ന് കാണാം. ഈ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ കാണാം അങ്ങനെയുള്ള ആൾക്കാരടുത്ത് പറയാനുള്ളത്, ഈ മത്തായി കുറേ പൂരം കണ്ടതാ, മത്തായി ഇതിനെക്കാട്ടും വലിയ പൂരങ്ങൾ കണ്ടതാ, അതിന്റെ 7 അയലത്ത് വരാത്തൊരു സീസണാണ് കടന്നു പോകുന്നത്. അതായത് സീസൺ 4 കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതോ സീസൺ 5 കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്തിന് കഴിഞ്ഞ സീസണെ പോലും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു ഒരു 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 അപരാധ സീസണാണ് ഈ കടന്നു പോകുന്നത്. ഈ സീസണെയും മുൻകാല സീസണുകളിനകത്തുള്ള കോൺട്രവേഴ്സിയും വെച്ച് അൺകമ്പയറബിൾ ആണ്. അങ്ങനെയുള്ള സാധനത്തിന്റെ ചുവടും പിടിച്ചുകൊണ്ട് കുറെ PR വന്നിരുന്ന് വർത്തമാനം പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങോട്ട് അങ്ങ് പറഞ്ഞാൽ അവരെല്ലാവരും അങ്ങ് വിശ്വസിക്കും. അല്ല അവരെല്ലാവരും വല്ലാതെ നിങ്ങൾ പറയുന്നത് കേട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുമെന്ന് ചിന്തിക്കേണ്ട. കാരണം നിങ്ങളൊന്നുമല്ല കേട്ടോ. ജെന്യൂനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കുറിച്ചല്ല, അല്ലാത്ത ആൾക്കാരെ കുറിച്ച്. ഇപ്പം എൻ്റെ കമന്റ് ബോക്സിലൊക്കെ എത്ര പേര് എന്ന് പറഞ്ഞാൽ അനീഷിന് വോട്ട് ചെയ്യോ ബ്രോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ ആർക്കും വോട്ട് ചെയ്യുന്നില്ല, ഗെയിം കളിക്കുന്നവർ ചെയ്യിക്കട്ടെ. എൻ്റെ അടുത്തേക്ക് എത്രയോ ആൾക്കാർ പോസിറ്റീവായിട്ട് അനീഷിനെ കുറിച്ച് ഇൻബോക്സ് എന്ന് പറഞ്ഞു. ഞാൻ അവരെ ഡിസപ്പോയിൻറ്റഡ് ആക്കുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. അനുമോളെ കുറിച്ച് മോശമെന്ന് പറഞ്ഞു, അവരുടെ അടുത്ത് ഞാൻ അനുമോളെ മോശമല്ല പറഞ്ഞത്. ഞാൻ പല സമയങ്ങളിലും എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു. അത് വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ മോശമാടേ സമ്മർ മീഡിയ തെറിയോട് തെറി. എന്തിനാ സമ്മർ മീഡിയ തെറി പറയുന്നത്? ആൾ അനീഷ് ഞാൻ നോക്കിയപ്പോൾ പുള്ളി അനീഷിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ലതും പറഞ്ഞിട്ടുണ്ട്, മോശവും പറഞ്ഞിട്ടുണ്ട്. എന്താ മോശം പറയാൻ പാടില്ലാത്ത ആളാണോ? അതിന് അയാളെ പിടിച്ച് എന്തൊക്കെയോ ആളെ കുറിച്ച് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? അഭിപ്രായങ്ങൾ വ്യക്തിപരമായ ഇപ്പം എൻ്റെ ഇൻബോക്സിൻ്റെ അതെന്ന് പറഞ്ഞല്ലോ, മൂപ്പൻ്റെ പല അഭിപ്രായങ്ങളോട് യോജിപ്പില്ലാത്ത ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു. യോജിക്കാതിരിക്കാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും യോജിക്കുകയും ചെയ്യാം. ഇനി പുറത്തു നടക്കുന്ന പല ആൾക്കാരും വലിയ മഹാത്മാക്കളായിട്ട് നിന്നിട്ട് അനുമോൾ ഇപ്പം അനുമോൾ എന്നുള്ളൊരു വ്യക്തി ഗെയിം ഇല്ലാതെ ജയിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആളാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു അവസരം ഉണ്ടാക്കി കൊടുത്തത് ബിഗ് ബോസിൻ്റെ ഈ അവസാനം ഈ കയറിയ ആൾക്കാരാണ്. നിങ്ങളെല്ലാവരും കൂടെ ചെന്ന് കൂട്ടത്തോടെ ഈ സീസണിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് എല്ലാം എക്സ് അല്ലല്ലോ, ഇപ്പം നിലവിലുണ്ടായിരുന്ന സഹമത്സരാർത്ഥികൾ കൂട്ടത്തോടെ അകത്ത് കയറിയിട്ട് ആ പെൺകുട്ടി ഇങ്ങനെ കൂട്ടത്തോടെ ചെയ്ത് ഇത് കാണിക്കുന്ന സമയത്ത് സാധാരണ കുടുംബ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, എല്ലാത്തിൻ്റെ അണ്ണാക്കിലടിച്ചുകൊണ്ട് ഈ കുട്ടിക്ക് വോട്ട് കൊടുക്കും. നോക്കിക്കോ, സത്യം പറയാം. ഞാൻ ഇതിനിടെ കൂടെ പറയുമ്പോൾ പറഞ്ഞു പോകാന്നുള്ളത് മാത്രമാണ്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എടാ നീ വോട്ട് ചെയ്തില്ലെങ്കിൽ നീ അനുമോക്ക് വോട്ട് കൊടുക്കണം, കണ്ടില്ലേ കാണിക്കുന്നതൊക്കെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞതാ. മനസ്സിലാകുന്നുണ്ടോ? ആ അമ്മ ശരിക്കും പറഞ്ഞ ആരുടെ ഫാനെന്നറിയാം? അമ്മ അനീഷിൻ്റെ ഫാനാണ്. അമ്മ അനീഷിനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അനീഷിനോട് എപ്പോഴും വെറുപ്പൊന്നുമില്ല. പക്ഷേ അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഇൻസിഡൻറ്റ് കാരണം അമ്മയ്ക്ക് അനുമോളുടെ അടുത്തുള്ള ഒരു ഇതുണ്ട്. അനുമോൾക്ക് ഒരുപാട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അനീഷിന് നെഗറ്റിവിറ്റീസ് ഉണ്ട്. അനീഷിൻ്റെ നെഗറ്റിവിറ്റീസ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരുപാട് മോശമായിട്ടൊന്നുമല്ല, ആളൊരു ഗെയിമർ അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചില കാര്യങ്ങൾ എനിക്ക് ഫേക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. എന്നാൽ അനുമോൾ ഒരുപാട് കുറ്റങ്ങളുണ്ട്. അനുമോളുടെ ഭാഗത്ത് ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ട്. അഥവാ കുലസ്ത്രീ പരിവേഷം, സദാചാര ബോധം, പൊതുബോധത്തിനൊപ്പം ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ അനുമോളെ വിമർശിച്ചുകൊണ്ട് അനുമോൾക്ക് ഒരു ഗെയിം ഇല്ല എന്ന് പറഞ്ഞ ഒരാൾ തന്നെയാണ് ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് കരുതി. ഇതെല്ലാം ഗെയിമല്ലേ, എല്ലാവരും കളിക്കുന്ന ഗെയിമല്ലേ,
അപ്പോൾ ആ ഒരു കാര്യം വെച്ചുകൊണ്ട് ആ ആളെ മാത്രം ഇങ്ങോട്ട് ടാർഗറ്റ് ചെയ്ത് ഈ ആർ ജെ ബിൻസിയെ കുറിച്ച് അപ്പാരി ശരത്തിനെ കുറിച്ച് മോശം പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് ആർ ജെ ബിൻസി അടക്കം പോയി കൊലവിളിക്കാൻ നോക്കിയപ്പോഴേക്കും ഒരു മണ്ടിപ്പെണ്ണിനെ പോലെ അധികം അവരുടെ കുറേയധികം വീഡിയോസ് ആൾക്കാർ എനിക്ക് അയച്ചു തന്നു. അതുപോലെ അനീഷിൻ്റെ കുറേയധികം വീഡിയോസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അനീഷിൻ്റെ ആർമിക്കാർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ എന്തൊക്കെയോ സംഭവങ്ങൾ എനിക്ക് അയച്ച സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇല്ലെന്ന് പറയണം. ഓക്കെ പോട്ടെ, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. വിവരമുള്ളവർക്ക് ഇത് മനസ്സിലാവും. വിവരമില്ലാതെ അന്തമായിട്ട് ഇങ്ങനെ ഈ ഒരു ഫ്രസ്ട്രേഷൻ തലയിൽ കിടക്കുന്നവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവർക്ക് എന്താ വെച്ചാൽ ഇത് അനീഷ് അനിമോൾ ഇങ്ങനെ നടന്ന് ജയ് വിളിക്കാനേ പറ്റുള്ളൂ. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ ഇതിനകത്ത് ഡിസർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് വിജയിക്കട്ടെ എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതൊന്ന്. ഇനി രണ്ടാമത് വേറൊരു കാര്യം, ഇന്നലെ തന്നെ 4 വട്ടം എന്റെ വീട്ടിലുള്ള എല്ലാവരും കൂടെ 4 വട്ടം ഇട്ടിട്ടുണ്ട്. സാധാരണ കുടുംബത്തിൽ പെൺകുട്ടിയാണ് ഞാൻ. നമസ്കാരം. അതായത് അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 ഫൈനലെത്തിയിരിക്കുകയാണ്. കൂട്ടുകാരി ഫൈനലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു കലാകാരൻ, നാട്ടുകാരൻ, സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. അനുമോട് കപ്പ് മേടിക്കണമെന്ന് പ്രിയപ്പെട്ട അനുമോളുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് പോലെ ഞാനും ആഗ്രഹിക്കുന്നു. തങ്കച്ചൻ വിതുര ഈ പുള്ളിക്കാരനെയും ഈ അനുമോളെയും ചേർത്ത് എന്തൊക്കെയാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചത്? എത്ര മോശമായ രീതിയിലാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. ഈ തങ്കച്ചൻ ചേട്ടൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ടൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ മനുഷ്യനൊക്കെ വെറും പാവമാണ്. അത് മാത്രമല്ല, ആ പെൺകുട്ടി ഇദ്ദേഹത്തിനെ ചേർത്ത് വെച്ച് പറയുന്നതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ? ഇപ്പോൾ പിന്നെ ഈ ശൈത്യ പറഞ്ഞു ഈ പെൺകുട്ടിയുടെ മറ്റേ കാറ് വാങ്ങിയതിന് ലോൺ ഇല്ലാതല്ലേ എന്തൊക്കെയോ പറഞ്ഞിട്ട് അതിന് ലോൺ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടു. ഈ ശൈത്യയൊക്കെ ഒരു അഡ്വക്കേറ്റ് അല്ലേ? നീതിന്യായ വ്യവസ്ഥിതിയോട് കുറച്ച് പുലർത്തേണ്ട ആളൊന്നുമല്ലേ? ഈ പുള്ളിക്കാരത്തിയല്ലേ അമൃത ടി വി ആണെന്ന് തോന്നുന്നു, അമ്മയും കൂടെ ചേർന്നുകൊണ്ട് അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി നിന്നിട്ട് അവസാനം എന്തോ ഫസ്റ്റ് കൊടുക്കാത്തോണ്ടെന്ന് സ്വീകരിക്കാതെ പോയ ആൾക്കാരെ അവരൊക്കെ തന്നെയല്ലേ ഇതും കിട്ടിയ അവസരത്തിന് പുറത്തുള്ള കുറച്ച് ആൾക്കാരെയും കൂട്ടിയത്. പിന്നെ അസോസിയേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ബിഗ് ബോസിൻ്റെ കുറച്ച് അസോസിയേഷനും പിന്നെ അതിനകത്ത് കുറേ അധികം വമ്പൻ താരങ്ങളൊക്കെ ഉണ്ട്, വൻ താരങ്ങളൊക്കെ ഉണ്ട്. താരനിര ഓരോ സീസൺ കഴിയുന്ന സമയത്ത് നമ്മളിപ്പം അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ ഇവരുടെയൊക്കെ ഒരു യൂണിവേഴ്സ് ഉണ്ട്. അതുപോലത്തെ മറ്റൊരു യൂണിവേഴ്സാണ്. മോശമായിട്ടൊന്നും അല്ല പറയുന്നത്, പക്ഷേ പല പ്രവൃത്തികളും ഇവരുടെ കാണുമ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവരൊക്കെ ഇതിനകത്ത് കയറി അതിൻ്റെ പെയിൻഫുൾ ആയിട്ടുള്ള മൊമെന്റ്സിലൂടെ കടന്നു വന്ന് പുറത്തു വന്നവരാണ്. ഇമ്പാക്ട് ഉണ്ടാക്കാത്തവരാണ് അധികവും. അല്ലാതെ ഇമ്പാക്ട് ഉണ്ടാക്കിയ ആൾക്കാർ ഇതിൻ്റെ പുറകെ പറഞ്ഞ് ഞാൻ മുൻകാല ബിഗ് ബോസിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് നടക്കാൻ ലേബലൊട്ടി ചടക്കാനും നിൽക്കുന്നില്ല. എന്നാൽ അധികം ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ കഴിയാത്തവർ ഫ്രസ്ട്രേഷൻ മൂത്ത് കുറേ അധികം ആൾക്കാർ ഇങ്ങനെ നടപ്പുണ്ട്. അവരിങ്ങനെ ഞങ്ങൾ ഇമ്പാക്ട് ഉണ്ടാക്കിയവരാണ്, ഞങ്ങൾ നിന്നിരുന്നെങ്കിൽ ഇപ്പം കപ്പടിച്ചേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അധികം ചിലതൊക്കെ മരവാഴകൾ, കൂട്ടത്തോടെ വാഴകളായിട്ട് നിന്നവർ, അങ്ങനെ പലതുമുണ്ട്. ആ ആൾക്കാരെല്ലാം പുറത്ത് വന്നിട്ട് ഇപ്പോൾ ഒരാൾക്കാരായിട്ടൊക്കെ ഇങ്ങനെ കൂടി നിന്നുകൊണ്ടൊക്കെ അകത്ത് നിന്ന് കളിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പം അഭിപ്രായം ആർക്കാ പറഞ്ഞത് ഈ നാട്ടിൽ പറയാം. പക്ഷെ ഏറ്റവും മോശമായ ഹീനമായ രീതിയിലൊക്കെ പറയുമ്പോൾ അതൊക്കെ എന്തെന്ന് മണ്ടൻ, മണ്ടി, മറ്റത് മറിച്ചത്, എന്തൊക്കെ നമ്മളൊക്കെ വലിയ സംഭവമായിരുന്നു, ഞങ്ങൾക്ക് ശേഷം പ്രളയം, ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ സെറ്റപ്പ്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞത് ഇപ്പം ഇതിനെക്കുറിച്ച് ചിന്ത ഉള്ളവർക്ക് കാര്യം മനസ്സിലാവും. അതായത് ഈ ലാസ്റ്റ് ടൈം വന്നേക്കുന്ന ഈ നെഗറ്റീവ്സ് മൊത്തം അനുമോൾക്ക് ഗുണമേ ചെയ്യും, ഒരിക്കലും ദോഷം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇനി മറ്റൊരു കാര്യം, അനുമോൾ കപ്പടിക്കാതിരിക്കാം. ഈ രണ്ട് വശവും ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് കപ്പടിക്കാം എന്നുള്ള കാര്യം, കപ്പടിക്കാതിരിക്കാം എന്നുള്ള കാര്യം പറയാം. ഇതിൻ്റെ വശവും കൂടെ ഞാൻ പറയാം. കപ്പടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ നിൽക്കുന്ന എല്ലാ ടീമുകളും മറ്റ് ടീമുകളും എല്ലാം കൂടെ ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് ഈ പറയുന്ന പുള്ളിക്കാരത്തിയെ ആടാപ്പടലം പുറത്ത് വന്നതിന് ശേഷം വലിച്ചു കീറും. അനുമോൾ അതായിരുന്നു ഇതായിരുന്നു, ഇനി അടുത്ത സീസൺ വരെ ഇത് തന്നെ ആയിരിക്കും കപ്പടിച്ചു കഴിഞ്ഞാലുള്ള കാര്യം. ഇനി കപ്പടിച്ചിട്ടില്ല എങ്കിൽ നിലവിലുണ്ടായിരുന്ന ആരാധകരുടെ ഇരട്ടി ആരാധകരെ സൃഷ്ടിച്ചുകൊണ്ട് അനുമോൾ ഭയങ്കര തരംഗമായിട്ട് മാറും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് രണ്ടും സംഭവിക്കാം. ഇതിൽ രണ്ടിലും സാധ്യതയുണ്ട്. ഇനി അനീഷ് കപ്പടിച്ചു കഴിഞ്ഞാൽ അനീഷ് സ്വാഭാവികമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, അനീഷിന് എനിക്ക് വ്യക്തിപരമായിട്ട് ചില ഗെയിമുകളോട് താല്പര്യമില്ല എന്നുള്ള കാര്യം കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള അനീഷിനെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന് വെറുക്കണമെന്നോ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാതിരിക്കണമെന്നോ ഞാൻ ഒരിക്കലും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തയ്യാറല്ല, ഒരിക്കലുമല്ല. പക്ഷേ എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം. അതുപോലെ നിങ്ങൾക്ക് അനീഷിനെ ഇഷ്ടമാണെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് അനീഷിനെ വോട്ട് കൊടുക്കണം, ലൈക്ക്, അതിനൊക്കെ എല്ലാത്തിനും ഞാൻ ലൈക്ക് കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഓരോ വ്യക്തികളുടെ താല്പര്യമാണ്, ആര് ജയിക്കേണ്ട, അത് അവരുടെ മാനസികമായിട്ട് താല്പര്യമാണ്. അതിനോട് ഞാൻ ഒരിക്കലും മാറി നിൽക്കുന്നത് അത് യോജിക്കുന്നു, അത്രേ പറയാനുള്ളൂ. അപ്പോൾ അനീഷ് ജയിച്ചാൽ ഇനി സ്വാഭാവികമായിട്ടും പറയാം. കാരണം ഈ മൈജിയിലൂടെയാണ് കയറിപ്പോയത് അനീഷ്. മൈജിയുടെ കണ്ടസ്റ്റൻ്റാണ് അനീഷ്. ആ മൈജിയുടെ തലപ്പത്തിരിക്കുന്ന അതിൻ്റെ അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറാണ് മോഹൻലാൽ എന്ന് പറയുന്ന സാക്ഷാൽ മഹാ നടൻ. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ബിഗ് ബോസിൻ്റെ ആൾ. അപ്പം ഈ ഭയങ്കര അധികാരന്മാരായിട്ടുള്ള ഈ ആൾക്കാർക്ക് അകത്ത് നിൽക്കുന്ന ഈ കണ്ടസ്റ്റന്റിന് വേണ്ടിയിട്ട് PR ചെയ്തു, അല്ലെങ്കിൽ അവർ വിജയിപ്പിക്കാനുള്ള ശ്രമം നടത്തി ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റും. അതുകൊണ്ട് XOR എല്ലാവർക്കും ഇതിൻ്റെ അകത്തുള്ള PR പരിപാടികളൊക്കെ ഉണ്ടാക്കി തന്നെയാണ് അകത്ത് പോയേക്കുന്നത്. ആരും വലിയ നന്മ മരങ്ങളൊന്നുമല്ല. അതുകൊണ്ട് വിജയിക്കാൻ അർഹതപ്പെട്ടവർ വിജയിക്കട്ടെ.
എത്ര PR ഉണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ സാധാരണ പ്രേക്ഷകരുടെ സപ്പോർട്ട് എന്നുള്ള സാധനം അത് പുറത്ത് വന്നിട്ടും കാണട്ടെ. കുറേ ആൾക്കാർ പറയുന്നു സാധാരണക്കാരുടെ അനീഷ്, സാധാരണക്കാരാണെങ്കിൽ ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള BPL കാർഡുള്ള ആൾക്കാരൊക്കെ പിടിച്ചോണ്ട് പോടെ ബിഗ് ബോസിൻ്റെ അകത്ത്. എന്ത് സാധാരണക്കാരാണ് അനീഷ് എന്നൊക്കെ പറയുന്നത്? എനിക്കറിയത്തില്ല പുള്ളിയെ വ്യക്തിപരമായിട്ട്, അറിയുന്നവരാണെങ്കിൽ പറഞ്ഞോളൂ, എനിക്ക് എന്തായാലും അറിയത്തില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ പുള്ളിക്കാരത്തി ആര്യനാടുകാരി, ഈ പുള്ളിക്കാരത്തിയുടെ വ്യക്തിപരമായിട്ട് അറിയുന്ന കുറേ ആൾക്കാർ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് അവരെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് കരുതിയിട്ട് അതൊന്നും നിരന്തരം വീഡിയോ ഇട്ടിട്ടൊന്നും നടക്കേണ്ട കാര്യമൊന്നും എനിക്ക് തൽക്കാലമില്ല. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു. എന്തായാലും ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർ വിജയിക്കട്ടെ, അത്രയൊക്കെ എനിക്കും പറയാനുള്ളൂ. എന്തായാലും ശൈത്യയുടെ കളിയും എല്ലാവരുടെയും കളികൾ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ആ ഒരു തോന്നിയെന്ന് വെച്ചാൽ ഈ അവസാന നിമിഷം വന്നിട്ട് എല്ലാവരും കൂടെ ഒരു കൂട്ടത്തോടെ വന്നിരുന്നിട്ട് ആ പെൺകുട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നില്ല ആ ഒരു നിപ്പ്. ഇത്രയും വിവരദോഷികളായിട്ടുള്ള, ഇത്രയും ബുദ്ധിശൂന്യരായിട്ടുള്ള, ഒരു ബോധവുമില്ലാത്തുള്ള ആൾക്കാർ കഷ്ടം. ഇതിനെക്കാട്ടിലും ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ കപ്പടിക്കാൻ യോഗ്യത ഉള്ള ആൾക്കാരിൽ നമുക്ക് എടുത്ത് മുന്നിൽ നിർത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന ആൾക്കാരാണ്. അത് ഒന്ന് അനുമോൾ, അനീഷ്, അതോടൊപ്പം തന്നെ ഷാനവാസ്, ഓക്കെ, അവരൊക്കെയാണ്. അതിലെ 100 കപ്പടിക്കത്തില്ല. ഇനി അതിലെ 100 ഇനിയിപ്പോൾ കയറി വരാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് എനിക്കറിയത്തില്ല. അവരുടെ ഗെയിം കുറച്ചൊക്കെ കൊള്ളാമെന്നുള്ള ഗെയിമൊക്കെയാണ്, അറിയില്ല. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഒരു ഇത് പറയാനുള്ളത്. ഇനി ഇത് കേട്ടിട്ട് ട്രിഗറായിട്ട് അയ്യോ മൂപ്പ നിങ്ങൾ മറ്റവളുടെ 16 ലക്ഷത്തിൻ്റെ കണക്കിൽപ്പെട്ട ഒരാളാണെങ്കിൽ അങ്ങനെ പറയാൻ കമൻറ്റ് പറയുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, പറയും. സോ ഗൈസ്, അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്, ബൈ.